ജീവിതത്തിലെ ഓരോ ശ്വാസത്തിന്റെയും പരിപാലനം. കാരണം സ്വതന്ത്രമായി ശ്വസിക്കുന്നത് ഒരിക്കലും ഒരു ആഡംബരമാകരുത്. ആഗോളതലത്തിൽ ആസ്തമബാധിതരായ 8 പേരിൽ ഒരാൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നത് സമയബന്ധിതമായ രോഗനിർണയത്തിന്റെയും മികച്ച മാനേജ്മെന്റിന്റെയും പ്രാധാന്യം അടിവരയിടുന്നു. ശ്വാസനാളങ്ങളിൽ വീക്കം, ഇടുങ്ങിയതും സെൻസിറ്റീവും ആയി മാറുന്ന ഒരു ദീർഘകാല അവസ്ഥയാണ് ആസ്തമ. ഇത് ശ്വാസതടസ്സം, വലിവ്, നെഞ്ചിലെ പിരിമുറുക്കം തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ട്രിഗറുകൾ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ പല ആസ്തമ ലക്ഷണങ്ങളും തടയാൻ കഴിയും. വീട്ടിലെ മലിനീകരണവും പൊടിയും സാധാരണ കാരണങ്ങളാണ്. വളർത്തുമൃഗങ്ങൾ, പൂപ്പൽ, പൂമ്പൊടി, ശക്തമായ ദുർഗന്ധം, അണുബാധകൾ, തണുത്ത വായു എന്നിവ മറ്റ് ഘടകങ്ങളാകാം. പൊടിയും ഈർപ്പവും ഒഴിവാക്കുക. നിങ്ങളുടെ പരിസരം പുകയില്ലാതെ സൂക്ഷിക്കുക. ആസ്തമ ആക്രമണങ്ങൾ തടയാൻ സഹായിക്കുന്നതിന് കഴുകൽ, പതിവായി വാക്വം ചെയ്യുക തുടങ്ങിയ നല്ല ശുചീകരണ രീതികൾ പിന്തുടരുക. സുഗന്ധദ്രവ്യങ്ങൾ, സ്പ്രേകൾ, ദോഷകരമായ രാസവസ്തുക്കൾ എന്നിവ പോലുള്ള രൂക്ഷഗന്ധമുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. കാരണം ഇവ ആസ്തമ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കും. ദിവസവും നിങ്ങളുടെ AQI പരിശോധിക്കുക. വായുവിന്റെ ഗുണനിലവാരം മോശമാകുമ്പോൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാനാവില്ലെങ്കിൽ മാസ്ക് ധരിക്കുക. ട്രിഗറുകൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു. അതേസമയം ശ്വസന വ്യായാമങ്ങൾ നിങ്ങളുടെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഡയഫ്രാമാറ്റിക് ശ്വസനത്തോടെ ആരംഭിക്കാം. ഒരു കൈ നെഞ്ചിലും മറ്റേ കൈ വയറ്റിലും വച്ചുകൊണ്ട് കിടക്കുക. സാവധാനം ശ്വാസം എടുക്കുകയും ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സാവധാനം ശ്വാസം പുറത്തുവിടുകയും ചെയ്യുക. അവസാനമായി സൗമ്യമായി ശ്വസിക്കാൻ ശ്രമിക്കുക. സാവധാനത്തിലും സൗമ്യമായും ശ്വാസം എടുക്കുക. ഇടയ്ക്ക് ചെറിയ ഇടവേളകൾ നൽകുക. ഇത് നിങ്ങളുടെ ശ്വസനത്തെ ശാന്തമാക്കുകയും അതിന്മേൽ മികച്ച നിയന്ത്രണം നൽകുകയും ചെയ്യും. നിങ്ങളുടെ ഇൻഹേലർ ശരിയായ രീതി ഉപയോഗിക്കുക. ശരിയായ സാങ്കേതികത പിന്തുടരുക. നിർദ്ദേശിക്കപ്പെട്ടാൽ സ്പേസർ ഉപയോഗിക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് എളുപ്പത്തിൽ ശ്വസിക്കാൻ കഴിയുന്നതിന് അത് നിങ്ങളുടെ അരികിൽ വയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ മാസ്ക് ധരിക്കുക. കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക. നിർദ്ദേശിച്ച പ്രകാരം മരുന്നുകൾ കഴിക്കുക തുടങ്ങിയ ലളിതമായ ശീലങ്ങൾ സങ്കീർണതകൾ തടയാൻ സഹായിക്കും. കാരണം ശ്വസനം ഒരിക്കലും ഒരു പോരാട്ടമാകരുത്.